തത്വമസിയിൽ അഷ്ടാംഗയോഗത്തിലെ ആസനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരീരത്തെ ചൊവ്വിൽ ഉയർത്തിപ്പിടിക്കലാണ് രാജയോഗിയുടെ യോഗാസനം. പുറം, കഴുത്ത്, അത് മനോനിയമത്തെ ഏറെ സഹായിക്കും. സ്വാഭാവികമായും മനസ്സിന് ഏകാഗ്രതയും ശാന്തതയും അനുഭവമാക്കും. ഇതാണ് സ്ഥിര സുഖമാസനം എന്ന യോഗസൂത്രവാക്യത്തിന്റെ ആന്തരാർത്ഥം. ക്രിസ്തു മതക്കാർക്കും യോഗാംഗങ്ങളായിരിക്കുന്ന ആസനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുട്ടുകുത്തുക, തൊഴുക, കുരിശു വരയ്ക്കുക എന്നിവയാണവ. മുഹമ്മദീയരുടെ നിസ്കാരവും ആസനസമം തന്നെയാകുന്നു. ആസനങ്ങളെക്കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമുക്ക് യോഗാസനങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന സ്ഥലവും സമയവും മറ്റുമൊക്കെ തന്നെ മനസ്സിലാക്കാം. ഏതു പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് യോഗാസനമെങ്കിൽ കൂടിയും എല്ലാ പ്രായക്കാരും എല്ലാ യോഗാസനങ്ങളും ചെയ്യാൻ പാടില്ല. ചില പ്രായക്കാർക്ക് ചില യോഗാസനങ്ങൾ കൂടുതൽ പ്രയോജനം ചെയ്യും. അതിനാൽ യോഗാസനം ഒരു ആചാര്യന്റെ കീഴിൽ അഭ്യസിക്കുന്നതാകും കൂടുതൽ നല്ലത്. പ്രത്യേകിച്ചിട്ട് ഗർഭിണികള്, പ്രായമായവര് തുടങ്ങിയവര് നിർബന്ധമായും യോഗാചാര്യന്റെ നിർദ്ദേശം തേടിയിരിക്കണം. ഇന്ന് കാലത്ത് അതിന് ധാരാളം സൗകര്യങ്ങളുമുണ്ട്. യോഗാസനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ചുറ്റിലും ധാരാളമായുണ്ട്. യോഗാസനങ്ങൾ ചെയ്യാൻ നല്ല പോലെ വായുസഞ്ചാരവും പ്രകാശവും ലഭിക്കുന്നതായിരിക്കുന്ന ഏകാന്തമായിരിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നതാകും കൂടുതൽ ഉചിതം. പ്രകൃതിയുടെ സൗന്ദര്യത്തിന് മനുഷ്യന്റെ ഉപബോധ മനസ്സുകളെ അവൻ പോലും അറിയാതെ സ്വാധീനിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി സൗന്ദര്യമുള്ളതായിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റവും ഉത്തമമാണ്. ഇത്തരങ്ങൾ സ്ഥലങ്ങൾ ലഭിക്കാത്തതായ പക്ഷം കാറ്റും വെളിച്ചവും നല്ലതുപോലെ ലഭിക്കുന്ന വിശാലമായ ഹാളുകളോ മുറികളോ തിരഞ്ഞെടുക്കാം. പുക, ഈർപ്പം, ഉയർന്ന ചൂട് എന്നിവ ഇല്ലാത്ത സ്ഥലമാകണം തിരഞ്ഞെടുക്കേണ്ടത്. യോഗാസനങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം പ്രഭാതം തന്നെയാണ്. തണുപ്പ് കാലത്തും മഴക്കാലത്തുമെല്ലാം രാവിലെ തന്നെ ശരീരത്തിലെ രക്തസംക്രമണവും താപനിലയും ഉയർത്തുവാനും ചൂടുകാലത്തിൽ അധികം വിയർക്കാതിരിക്കാനും വേണ്ടിയാണ് യോഗാസനം പ്രഭാതത്തിൽ ചെയ്യുവാൻ ആചാര്യന്മാരെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പ്രഭാതത്തില് പ്രകൃതിയിലും പ്രജ്ഞയിലുമാകെ നിലകൊള്ളുന്ന ഉന്മേഷവും പ്രസരിപ്പും യോഗയ്ക്ക് അത്യന്തം സഹായകവുമാണ്. പ്രഭാതത്തിൽ ഇനി ഒട്ടും സമയമില്ലാത്ത വ്യക്തികൾ വൈകുന്നേരത്തിൽ ചെയ്യാവുന്നതാണ്. ആഹാരം കഴിക്കുന്നതിന് മുൻപിൽ വേണം യോഗ ചെയ്യേണ്ടത്. അഥവാ ആഹാരം കഴിക്കുകയാണെങ്കിൽ കുറഞ്ഞത് 3 മണിക്കൂറിന് ശേഷം മാത്രമേ യോഗാസനങ്ങൾ ചെയ്യാവൂ. യോഗ ചെയ്യുന്ന സമയത്തിൽ അയഞ്ഞ ഭാരം കുറവുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതാകും കൂടുതൽ ഉചിതം. ഇനി നമുക്ക് അഷ്ടാംഗ യോഗത്തിലെ 4ാമത്തെ പടിയായ പ്രാണായാമത്തെക്കുറിച്ച് അടുത്ത വാരത്തിൽ പ്രതിപാദിക്കാം.